ഹായ്, ഫിസൽ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ബോഗൺവില്ല, കടലാസ് ചെടി എന്ന് പറയും, ബോഗൺവില്ലൻ്റെ കുറച്ച് വർക്കിനാണ്. നമ്മളെ അടുത്ത് കുറച്ച് വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച് കളറുകളൊക്കെ നമ്മളെ അടുത്ത് ഉണ്ട്. ഒക്കെ പൂവിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു നല്ല അത്യാവശ്യം വണ്ണമുള്ളൊരു കമ്പിൻ്റെ മുകളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തിനി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ്. ഒരു 4-5 കളറ് വെറൈറ്റിയിലാക്കിയിട്ട് സെറ്റ് ചെയ്തിന്. ഇതാണ് ആ ചെടി. അപ്പോൾ ഇതിൻ്റെ ഈ ചെടീൻ്റെ സൈഡിലൊക്കെ ഈ കമ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇത് കട്ട് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത് തെകൊക്കെ വന്നിക്കുന്ന ഉള്ളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വളരുള്ളൂ, പെട്ടെന്ന് വളരുള്ളൂ. അപ്പോൾ പുറമുള്ളതൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുക. നമ്മളിത് കട്ടയക്കുകയാണ്. അത് അപ്പോൾ അതിലൂടെ 4-5 വെറൈറ്റി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹായ് ഇതാണ്ടാ, ഒരുപാട് കളർ, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനത്തെ 4-5 കളറ് ഈ കമ്പനിയോട് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ അഡീഷണലായി അടിയിലൊരു ഭാഗമുണ്ട്, ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം. അപ്പോഴുള്ളൂ ഇത് നല്ല ഗ്രോത്ത് ആയിട്ട് വളരുള്ളൂ. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. കത്തി അത്രക്ക് മുറിച്ച് നോക്ക്, ഒരു ഭാഗം ചെത്തിപ്പേടി. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം, അങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ നല്ല മൂർച്ച ഉണ്ടാവും. സാരില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇതിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം തണലിൽ തന്നെ വെക്കണം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഈ ഫ്ലവർ വരുന്ന ടൈം ആകുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റാപ്പൊക്കെ അടിച്ചെടുത്തിന്. അപ്പോൾ നല്ല പിടിച്ചിരിക്കുന്നത് കണ്ടോ. എന്താണ് എല്ലാ കളറും ഉണ്ട് അതിന്. അപ്പോൾ ഇത് ഇനി നല്ല തണലത്തൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്താൽ അടിപൊളി. കുഞ്ഞ് ഫ്ലവർ വരുന്ന സീസണല്ലേ, അപ്പോൾ അതിനോട് ഇനി വരുന്നത് തന്നെ ഫ്ലവറായിട്ട് തന്നെ വരിക. ഈ ഒന്ന് തെഴുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ഫ്ലവറായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറെയും കുറേ കൊമ്പുകളൊക്കെ ഇനി നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേമാതിരി അബദ്ധമൊന്നും ആയിരിക്കും പറ്റരുത്. നല്ലൊരു മുറിയാണ് പറ്റിയത്. ഓക്കെ, ഇങ്ങനെ